ഹായ്. നമ്മൾ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾക്കിഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മളത് ഷെയർ ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനത്തെ വരുന്ന സാഹചര്യങ്ങളിലെ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ നന്നാവുന്നത്. ഓക്കെ, അവർ നന്നായിക്കോട്ടെ എന്ന് മനസ്സറിഞ്ഞ് സന്തോഷിക്കുള്ളൂ. പക്ഷേ ഒരു 99% ആൾക്കാരും എന്തിന് നമ്മുടെ സ്വന്തം ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കൊളീഗ്സ് ആരാണെന്നുണ്ടെങ്കിലും നമ്മുടെ കൂടെ നിന്നിട്ടാണോ നീ അങ്ങനെ ചെയ്തോ, നിനക്ക് അത്രയും നല്ലത് കിട്ടിയോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അയ്യോ അവൾക്കത് കിട്ടിയില്ലോ, എനിക്കത് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഓ വന്നാലും അവൾക്കത് കിട്ടിയില്ലേ, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ട്. ഭയങ്കര കുശുമ്പായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര അസൂയായിരിക്കും. അപ്പം അങ്ങനെ അവർ മനസ്സിൽ ഇതാക്കുന്ന സമയത്താണ് ഈ ഈവിൾ ഐ എന്ന് പറയുന്ന സംഭവം. നമ്മൾ നന്നാവുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ല എന്ന് നമുക്ക് അറിയുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മളത് അവരുടെ അടുത്ത് ഷെയർ ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ എന്തെങ്കിലും നമ്മൾ ചെയ്യും, അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ നന്നാവാതിരിക്കാൻ അവരൊരു കാരണം ആവുകയാണ്. ഓ അവർ ശപിക്കും, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ നന്നാവുന്ന ഒട്ടും ഇഷ്ടമല്ല എന്നറിഞ്ഞിട്ട് വീണ്ടും നമ്മളായിട്ട് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് എന്ന് ആ ഒരു ടോക്കുണ്ട്, ഞാൻ കണ്ടുവരുന്നതാണ്. അയ്യോ എന്നാലും അവരുടെ അടുത്ത് പറയാതിരുന്നാൽ അത് ശരിയാവില്ലല്ലോ, അവരുടെ അടുത്ത് പറയണമല്ലോ, പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ, അത് നമ്മുടെ ആൾക്കാരല്ലേ, അങ്ങനത്തെ ഒരു ടോക്കുണ്ട്. പക്ഷേ നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കണം. നമുക്ക് ഒരു നല്ല കാലം വരണോ അല്ലെങ്കിൽ നമ്മളൊന്നും നന്നാവുന്നു കാണുമ്പോൾ നമ്മുടെ കൂടെ സന്തോഷിക്കുന്നവരായിരിക്കണം. അല്ലാതെ ഇവിടെ ചിരിച്ചിട്ട് അപ്പുറം പോയിട്ട് കുറ്റം പറയണത് ഒരിക്കലും നമ്മുടെ ആൾക്കാരല്ല. അങ്ങനെയുള്ളവരിനെ ഞാൻ പറയും വിഷമാണെന്ന്. അങ്ങനെ ഒരുപാട് വിഷം എനിക്കറിയാം, ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ. പക്ഷേ നമ്മൾ അവരെ അങ്ങനത്തെ വിഷങ്ങളിലേക്ക് ഒരു പടി അപ്പുറം നിർത്തുക. എന്നിട്ട് നമ്മളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ച് ഓക്കെ നമ്മുടെ സന്തോഷത്തിൽ കൂടെ നിന്ന് നമ്മുടെ സന്തോഷം അവരുടെ സന്തോഷമെന്ന് കരുതുന്ന വളരെ ചുരുക്കം ആൾക്കാരുണ്ടാവും. അവരെ നമ്മുടെ കൂടെ കൂട്ടുക. അങ്ങനെ ഞാനിപ്പോൾ കൂടെ കൂട്ടിയ വളരെ ചുരുക്കം ആൾക്കാരുണ്ട്. അവരെൻ്റെ കൂടെ ഏത് കാലത്തും എന്ത് സാഹചര്യത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുപോലെ നിങ്ങൾക്കും അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് കൺഫേം ചെയ്യും. എപ്പോഴും വിഷങ്ങൾ മാത്രം കൂടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് വേണ്ടി നമ്മുടെ സന്തോഷത്തിൽ കൂടെ നിൽക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ ഇന്നേക്ക് എത്രയുള്ളൂ. ബൈ.